അശാന്തിയുടെ കാർമേഘം മൂടിക്കിടന്ന വയലോരം വീട്ടിൽ ശാരദയുടെ മുന്നിലേക്ക് കുറുപ്പ് പ്രത്യക്ഷപ്പെടുന്നു. സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്ന് തിരിച്ചറിയാനാകാത്ത ശാരദ ജോത്സ്യനെ കൊണ്ട് പ്രശ്നം വയ്പ്പിക്കണം. ബാല, അച്ഛനെ സങ്കല്പിച്ച് ഒരസ്ഥിത്തറ, എന്നിട്ട് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിക്കുകയും വേണം. അതോടെ കുറുപ്പ് തത്കാലം ഒന്ന് സ്വസ്ഥന. കുറുപ്പിന് ഒരു വാസസ്ഥലം പണിത് വിളക്ക് വയ്ക്കണമെന്ന ജോത്സ്യന്റെ അഭിപ്രായത്തോട് മതികലയ്ക്ക് കടുത്ത അതൃപ്തി. മതികലയുടെ മനസ്സിലെ അതൃപ്തി രവി വയലോരം വീട്ടിൽ പ്രകടമാക്കും. എല്ലാം മനസ്സിലാക്കാനേ ഇനി മുമ്പിലുള്ളത് വെറും 15 ദിവസമാണ്. 15 ദിവസം. ഇന്ന് ആ ബാങ്ക് മാനേജർ എന്നെ തിരക്കി വന്നിരുന്നു. ബാലേട്ടനെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന്. തുടർന്ന് കാണുക. ബാലേട്ടന്റെ വിഹിതം ബാലേട്ടൻ കണ്ടെത്തിയേ പറ്റൂ. ഇത്രയും പ്രായമായിട്ടും കുറച്ച് കടമല്ലാതെ 10 പൈസ സമ്പാദിക്കാൻ ബാലേട്ടന് പറ്റിയോ? എന്നിട്ട് കടം വാങ്ങിയതെല്ലാം കുടുംബത്തിന് വേണ്ടിയാണെന്നൊരു പല്ലവിയും. രവി, എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അല്ലെങ്കിൽ സീതരത്തിന്റെ ഭർത്താവ് പറയട്ടെ. കണ്ടവന്റെ പറമ്പിലെ പുല്ല് കണ്ട് പശുവിനെ വളർത്താതെ സ്വന്തം കയ്യിലെ തഴമ്പ് കൊണ്ട് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ നോക്ക് ബാലേട്ട. അതാ അന്തസ്. അച്ചൂട്ടന്റെ മനസ്സിന് സന്തോഷമായല്ലോ അല്ലേ? അച്ഛക്ക് മാത്രമായിട്ടോ ഈ കുഞ്ഞു ചുന്ദരം വീട്. പിന്നെ വെട്ടം കാണാൻ വിളക്കുണ്ട്. ഇതിനകത്ത് അച്ഛൻ ഇരുന്നോനോ? ഇല്ലെങ്കിലേ മഴ വരുമ്പോ മൊത്തം നനയും. അച്യുതാ, കണിയാൻ പറഞ്ഞ് നിനക്കൊരു ഇരിപ്പിടം വേണോന്ന്. ഇവിടെ ഇരുന്ന് നീ ഈ വീടിനെ നോക്കിക്കൊള്ളണേ. ഒരു കുഴപ്പവും വരാതെ കാത്ത് രക്ഷിക്കണേ ഞങ്ങള്. ശാരദേ, ആ തിരി അങ്ങോട്ട് കത്തിച്ചേ. അച്യുതന് സന്തോഷമാവട്ടെ. നാത്തൂൻ കത്തിക്ക്. നീ കത്തിക്ക് ശാരദേ, അതാവും അച്യുതന് ഇഷ്ടം. എങ്കിൽ പിന്നെ കുട്ടിമണി കത്തിക്കട്ടെ നാത്തൂനെ. എന്നാ അത് മതി. പെണ്ണിന്റെ കൈ പൊള്ളാതെ നോക്കണേ. മോളെ, ഈ വിളക്ക് മോള് കത്തിക്ക്. അച്ഛയെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം. അച്ഛയുടെ ആത്മാവിന് സമാധാനം കിട്ടണേന്ന്. ആത്മാവോ? അതെന്നതാ പെണ്ണെ? അതൊക്കെ ഉണ്ട്. നീ പറഞ്ഞതങ്ങ് ചെയ്താ മതി. കണ്ടോടാ അച്യുതാ, നിന്റെ മുമ്പിൽ നിന്നാ ഈ പെണ്ണ് എന്നോട് എപ്പോഴും വഴക്കായ അവള്. അച്ഛൻ കണ്ടില്ല അച്ഛൻ, ഈ അപ്പച്ചമ്മ എന്നോട് എപ്പോഴും വായിക്കിടാൻ വരും. എന്റെ പൊന്നു കുട്ടിമണി, നീ തിരി കത്തിക്കേ. എന്നിട്ട് അച്ഛയോട് പ്രാർത്ഥിക്കേ മോളെ. അച്ഛേ, എന്നെ കാത്തോണേ. എന്റെ കാലേല് ഒരു മുള്ളു കൊള്ളാതെ, ഉമ്പ് കച്ചാതെ, പാമ്പ് കടിച്ചാതെ, പൈതാരയും തോളും തേളും പുയും കടിച്ചാതെ എന്നെ കാത്തോണേ. ഞാൻ സൈക്കിളിൽ നിന്ന് വീഴല്ലേ. എനിക്ക് ഒത്തിരി ചോറും കൂട്ടാനും കിട്ടണേ. കാത്തോനെ, രക്ഷിച്ചനെ എന്റെ അച്ഛേ. ശരണയ്യപ്പാ. ഹലോ, വന്നോ? എന്നാ അവിടെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം.
നമുക്ക് മുമ്പിൽ സമയം അധികമില്ല. നീ ദുഃഖിക്കേണ്ടി വരും. വാങ്ങിയ കാശ് തിരിച്ചു തരാൻ പറ്റില്ല അല്ലടാ. എന്താ നിന്റെ അളിയൻ വിടറാ. കാശ് ഒന്നില്ലേ കൊന്നുകളെ നിന്നെ. വേഗം പോടാ. കവിത, വാടാ. നിക്കണോടെ നിക്കാൻ. സിജ, എന്താ സിജ ഇത്? ബാലേട്ട, അത് അന്ന് കുട്ടിമണിയെ പെണ്ണ് കാണാമെന്ന് അരുണല്ലേ? അയാള് സിജനും തമ്മിൽ എന്താ ഇടപാട്? ബാലേട്ട, അത് പണ്ട് അയാൾക്ക് വേണ്ടി ഞാൻ കുറെ ഓടിയിട്ടുള്ളതാ. ആ പരിചയം വെച്ച് കുറച്ച് കാശ് കടം വാങ്ങിച്ചിരുന്നു. തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. കഴിഞ്ഞ ദിവസം അയാൾ ഇതുവഴി പോയപ്പോൾ എന്നെ കണ്ടായിരുന്നു. വണ്ടി നിർത്തി വഴക്കിന് വന്നതാ. അല്ല, അയാൾ കണ്ട പെണ്ണിനെ ഞാൻ കെട്ടിയതിൻ്റെ ചുരുക്കമുണ്ട് അയാൾക്ക്. ആ കാശ് കൊടുക്കണ്ടേ? കുറച്ചുകൂടെ ഉള്ളൂ ബാലേട്ട, അത് ഞാൻ കൊടുത്തോളാം. എന്നാലും രാത്രി ഇനി അയാൾ വിളിച്ച സിജൻ ഇറങ്ങി പോകുന്നു വേണ്ട. പകല് കാണുന്ന മനുഷ്യരല്ലല്ലോ രാത്രിയിൽ. അതാ. പിന്നെ ഈ കാര്യം ഇവിടെ വേറെ ആരും അറിയണ്ട. എന്നെയും രവിയും കൊണ്ട് തന്നെ അമ്മയ്ക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്. അതിൻ്റെ കൂടെ ഇത്. ഇല്ല ബാലേട്ട, ആരും ഒന്നും അറിയില്ല. വാ, വന്ന് കിടക്ക്. ആ, ശരി. ബാലേട്ടൻ ഇത് എവിടെ പോയതാ? ഞാൻ മുറ്റത്ത് വരെ. എന്തിനാ ബാലേട്ടാ? നമ്മുടെ ഗേറ്റിനപ്പുറത്ത് ഒരു വണ്ടി വന്ന് നിൽക്കുന്ന പോലെ തോന്നി. അത് നോക്കാൻ പോയതാ. എന്നിട്ട് ആരായിരുന്നു ബാലേട്ടാ? ആവോ, ആരാണെന്നറിയില്ല. അപ്പോഴേക്കും വണ്ടി വിട്ടുപോയി. വല്ല കള്ളന്മാരും ആയിരിക്കും. ബാലേട്ടൻ എന്തിനാ ഇറങ്ങിപ്പോയത്? ആരെങ്കിലും ആകട്ടെ, താൻ കിടക്കാൻ നോക്ക്. വെറുതെ എന്തിനാ നട്ടപ്പാതിരയ്ക്ക് കണ്ണു വീഴ്ചിരിക്കുന്നത്? ബാലേട്ടൻ കിടക്കുന്നില്ലേ? കിടക്കാതെ പിന്നെ പോയ ഉറക്കം തിരിച്ചു വരാൻ കുറച്ച് സമയം എടുക്കും. അമ്മേ, മതി, പഠിക്കാൻ പോവാ. ഞാൻ പറഞ്ഞായിരുന്നു രവിയേട്ട അമ്മയോട്. മീറ്റിംഗ് ഉള്ളതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ കൂടെ വന്നേനെ. ഓ, രവിയേട്ടൻ കഴിഞ്ഞ ദിവസവും ഇത് തന്നെ പറഞ്ഞത്. എപ്പോഴും എപ്പോഴും അത് തന്നെ പറഞ്ഞ് എന്നെ സങ്കടപ്പെടുത്തല്ലേ രവിയേട്ട. വാ. ആ, ലോക്കൽ ഗാഡി റെഡിയായി നിൽപ്പുണ്ടല്ലോ. കണ്ടില്ലേ, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിയപ്പോ ശകുനം ചൂല്. അയ്യോ, കലമോൾ ഇപ്പൊ വരുമെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നാലും സീതേടത്തേക്ക് അതൊന്നും ശ്രദ്ധിക്കാമായിരുന്നു. സോറി കലെ, സോറി രവി. എന്നാ പോവാ. ഞാനും വരുവാ പഠിച്ചാൻ. മനുഷ്യ മനുഷ്യ, ഞാനും വരുവാ പഠിച്ചാന്. ഞാനിപ്പോ ജൂണിയർ ആയിട്ടുണ്ട് വരാവേ. വന്നു അടുത്ത ശകുനം മുടക്കി. നീ ഇതെവിടെ പോവാ? നിന്റെ പഠിത്തമൊക്കെ ഇവിടെ വെച്ച് മതി. ഇല്ല, ഞാനും വരും മനുഷ്യ, ഞാനും വരാനെ കൂടെ കൊണ്ടുപോകണം. ഞാനും വരും, ഞാനും വരും, ഞാനും വരും, ഞാനും വരും. വേണ്ട വേണ്ട കുട്ടിമണി, വേണ്ട. ചേട്ടാ, ഇത് വലിയ ശല്യമായല്ലോ. ഞാൻ പോകുന്നില്ല രവിയേട്ട പഠിക്കാൻ. ഈ വീട്ടിൽ നിന്ന് അതൊന്നും നടക്കത്തില്ല. എടി, ഇറങ്ങടി, ഇങ്ങോട്ട് ഇറങ്ങടി. എനിക്ക് മനുഷ്യന്റെ കൂടെ പോണം. ഇറങ്ങടി നാശമേ. കുട്ടിമണിയെ കൂടെ കൊണ്ടുപോട്ടെ രവി. സിജൻ തിരിച്ചു വരുമ്പോ ഇങ്ങ് വിട്ടാ മതിയല്ലോ. സീതേടത്തി, ആവശ്യമില്ലാത്ത കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞ് ചുമ്മാ പെണ്ണിനെ വഷളാക്കല്ലേ. അതെ, കുട്ടിമണി അവിടെ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ ആരെങ്കിലും പിടിച്ചു കടിക്കുകയോ ചെയ്താ അതോടെ ആദ്യത്തെ ദിവസം തന്നെ എന്റെ മാനം പോയി കിട്ടുമല്ലോ. അതെ കുട്ടു, ഞാൻ പറയുന്നത് കേക്ക്. ദേ, മനസ്സ് ഞാൻ പറയുന്നത് കേട്ടാ പോയിട്ട് വരുമ്പോ 2 നല്ല സമ്മാനം കൊണ്ടുതരാം. ആ, നല്ല അടിപൊളി സമ്മാനം. 1 അല്ല 2 എണ്ണം. സത്യമാ. നേരായിട്ട് സത്യാണോ? ഓ, സത്യമായിട്ടും നേരായിട്ടും സത്യമാ. ദൈവത്തെ ഓർത്തൊന്ന് പോവാൻ അനുവദിക്ക്, അല്ലെങ്കിൽ എന്റെ ക്ലാസ് മുടങ്ങും. കുട്ടുപോയി വല്യച്ഛൻ്റെ അടുത്ത് നിൽക്കും. ഉറപ്പായിട്ടും മനസ്സിന് 2 സമ്മാനം കൊണ്ടുവരും. എന്നാ പോവാ. ഏയ്, എന്റെ മതി എന്താ ഇത്?
നമ്മുടെ സിജിനെ ഡ്രൈവറാക്കാൻ പോവാണോ? മതി, ഇവിടെ കേറ്. വാ ഓ ഞാനത് ഓർത്തില്ല. വാ കേറ്. സൂക്ഷിച്ചിരിക്കണേ. കുടിക്കാനുള്ള വെള്ളം ഞാൻ ആ ബാഗിനകത്ത് വെച്ചിട്ടുണ്ട്. ടാറ്റാ. 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 സിജ, ടാറ്റാ. ടാറ്റാ. മനുഷ്യ ടാറ്റാ. 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 മനുഷ്യ സമ്മാനം. ഇനി സീതയെടുത്തിയുടെ ശല്യമില്ല, കുട്ടിമണിയുടെ ശല്യമില്ല. ക്ലാസ് എന്തും പറഞ്ഞ് നമുക്ക് എവിടെയും പോവാലോ. സന്ധ്യക്ക് മുമ്പ് തിരിച്ചെത്തണമെന്നല്ലേ ഉള്ളൂ. നിനക്കെന്താടാ ഒരു സന്തോഷമില്ലാത്തത്? സന്തോഷം ഉണ്ട് മതി. സന്തോഷം ഉണ്ടെങ്കിൽ അത് മുഖത്തൂടെ കാണണം. അല്ല, ഞാൻ ഓർക്കുമായിരുന്നു മതി, അങ്ങനെ പൂർണ്ണമായി നമുക്ക് സന്തോഷിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന്. അതെന്താ? അല്ല, വീടിന് പുറത്തല്ലേ ബാലേട്ടനും രവിയേട്ടനും. അതിനെന്താ, അവരുടെ കണ്ണു വെട്ടിക്കണം. അതിനല്ലേ ഒരു ത്രില്ല്. അതൊക്കെയാണ്. എന്നാ നീ ധൈര്യമായിട്ട് എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കും. മതി, ഓപ്പൺ സ്പേസാ. ഓപ്പൺ സ്പേസ് വെച്ച് നീ എന്നെ ഹഗ് ചെയ്തു വെച്ച് ആകാശം ഇടിഞ്ഞു വീഴത്തൊന്നുമില്ല. അതിനും അതിൻ്റെതായ ഒരു ത്രില്ലുണ്ടടാ, ഒരു കിക്കുണ്ട്. എവിടെ പോയടാ നിന്റെ ധൈര്യം? അതാ എനിക്ക് അതിശയം. ധൈര്യമൊന്നും ഇല്ലാഞ്ഞിട്ടല്ല മതി, ഞാൻ മതി ഓർത്തിട്ടാ. എന്നെ ഓർത്താണെങ്കിൽ നീ ഞാൻ പറയുന്നത് അനുസരിക്കണം. ഞാൻ നോക്കട്ടെ ആകാശം ഇടിഞ്ഞ് താഴെ വീഴുമെന്ന്. വാ. ഇപ്പൊ എനിക്ക് സന്തോഷായടാ. ചിന്തിക്കുമ്പോ എനിക്ക് പോലും മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട്. എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിന്റെ കാരണം എന്താണെന്ന്. ഒരുപക്ഷെ ഒരിക്കൽ കിട്ടാതെ പോയ, ഒരിക്കൽ നിഷേധിക്കപ്പെട്ട സ്നേഹത്തിന്റെ വാശിയായിരിക്കും. കണ്ടേ താനോ? സിജനണ്ണോ, ഇത് ഞാനാ, അണ്ണാച്ചി, കുപ്പിവള അണ്ണാച്ചി. അത് മനസ്സിലായി. താൻ എന്തിനാ ഒളിച്ചും പാത്തും പുറകെ ഒന്ന് പേടിപ്പിച്ചത്? നിങ്ങൾ ഒളിച്ചും പാത്തും ചെയ്യുന്ന കാര്യങ്ങള് ഞാൻ ഒളിച്ചും പാത്തും വന്ന് കണ്ടു. നൗ എവരിബഡി ഓക്കേ. അനാവശ്യം പറയരുത് താൻ. ഇവിടെ ഒളിച്ചും പാത്ത് കാണാൻ എന്ത് നടന്നു? താൻ ആവശ്യമില്ലെന്ന് പറയരുത് കേട്ടോ. ഞാൻ മതിയെ പഠിക്കാൻ കൊണ്ടുവിടായിരുന്നു. ഓപ്പൺ യൂണിവേഴ്സിറ്റി അല്ലേ സിജനണ്ണ? അനാവശ്യം പറഞ്ഞാൽ നിന്റെ നാക്ക് ഞാൻ കണ്ടിക്ക് കേട്ടോ. യോ, നാക്ക് മാത്രം കണ്ടിക്കരുത്. വെള്ളം അടിക്കുമ്പോ ഞാൻ എവിടെ അച്ചാർ തൊട്ട് നോക്കും. ഇങ്ങനെ എത്ര ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് എന്തുമാത്രം ഡിഗ്രി എടുത്തവനായി അണ്ണാച്ചി. എന്റെ അടുത്തേ നമ്പർ വേണ്ട. തനിക്കിപ്പോ എന്താ വേണ്ടത് അത് പറ. അത് ന്യായം. അങ്ങനെ മാറ്ററിലേക്ക് വാ. എന്റെ സിജനണ്ണ, പണ്ട് നിങ്ങൾ രണ്ടുപേരും മാടക്കുരുവികളെ പോലെ മാടപ്രാവുകളെ പോലെയും കൊക്കുരുമിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതങ്ങനെ നടന്നോട്ടെ. ഞാനായിട്ട് ആരോടും ഒന്നും പറയത്തില്ല. പക്ഷേ എന്നെ കൂടി നിങ്ങളൊന്ന് ഗൗനിക്കണം. മനസ്സിലായില്ല? മനസ്സിലുള്ളത് മനസ്സിലുള്ളതുപോലെ മനസ്സിലാക്കാൻ മനസ്സില്ലേ മനസ്സിജനണ്ണ? നിങ്ങൾ
നിങ്ങൾ പ്രേമിക്കുകയോ ജീവിക്കുകയോ ഒന്നിച്ച് താമസിക്കുകയോ ഇനിയിപ്പം വയലോരം വീരെടുത്ത് മറിച്ചിടുകയോ എന്ത് വേണം ചെയ്തോ. എന്നെ തല്ലിയ രവിയണ്ണനെ ഇങ്ങനെ ഒരു നൈസ് പണി കിട്ടുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇതിനാണ് പറയുന്നത് പണി പാലും വെള്ളത്തി കിട്ടുമെന്ന്. ധർമ്മഭഗ്നി അണ്ണാ, നിനക്ക് വേണ്ടത് എന്താണെന്ന് നീ പറയണം. നമുക്ക് വല്ലപ്പോഴും വല്ല ചില്ലറയൊക്കെ തന്നാ മതി. നിങ്ങളുടെ കാര്യം നടക്കും, എന്റെ കഷ്ടപ്പാട് തീരും. ഈ പോത്തിന്റെ പുറത്ത് കാക്ക ചെള്ളു തിന്നാനിരുന്ന രണ്ടുണ്ട് കാര്യം. പോത്തിന്റെ ചൊറിച്ചിലും മാറും, കാക്കയുടെ വിശപ്പ് മാറും. എവരിബഡി ഹാപ്പി. അതിന് നീ കരുതുന്നത് പോലെ ഞങ്ങൾക്കിടയിലൊന്നും. എന്നതാ സിജനണ്ണ ഇത്? ഏതാണ്ട് വലിയ കാര്യം പോലെ. സിജനണ്ണ, എന്നാ പിന്നെ ഞാനും കൊണ്ട് പോട്ടെ. ഈ ആണവ രഹസ്യം ഞാനായിട്ട് പുറത്താക്കൊന്നും വേണ്ട. ഇരിയണ്ണ. ചിക്കൻ ബിരിയാണി, വൈറ്റ് 10 ചപ്പാത്തി, ഹാഫ് കോഴി, പിന്നെ റമ്മ്. റമ്മ് റെഗുലർ യൂസ് മെഡിസിൻ. ഈ 100 നമുക്ക് വേണ്ട, ഈ 500 മാത്രം മതി. ഇത് പോക്കറ്റ് ഇരിക്കട്ടെ. അല്ലേ വേണ്ടല്ലേ, ഇതെന്റെ തന്നെ ഇരിക്കട്ടെ. അപ്പോ വീണ്ടും സന്ധിക്കും വരെ വണക്കം. അണ്ണ, മതിലക അമ്മച്ചി, തലയ്ക്ക് മേലേ റബ്ബർ കൊമ്പ് ഉണങ്ങിയിപ്പുണ്ട്, വീഴാതെ സൂക്ഷിച്ചോണേ. അപ്പൊ ഞാൻ പോട്ടെ. നേരത്തെ പോലെ കണ്ടിന്യൂ ചെയ്തോ, ചാരിക്കിടന്നോ അങ്ങോട്ട്. അപ്പൊ ഞാൻ പോട്ടെ. ചെയ്യാന് എന്റെ ശമാനം കൊണ്ടുവന്ന മനുഷ്യ, എന്റെ ശമാനം കൊണ്ടുവന്നോന്ന് കൊണ്ടുവന്നേ. ഇതെന്നെ മനുഷ്യ, ഉടുപ്പാണ് ഉടുപ്പ്. ഒരു ഉടുപ്പും ഉണ്ട്, വേറൊരു സൂത്രവും ഉണ്ട്. അതെന്ത് സൂത്രമാ? മനുഷ്യ എനിക്ക് കാണിച്ചു താ. അയ്യോ എനിക്ക് കൊതിയാവണോ. എന്ത് സൂത്ര? കാണിച്ചേ വേഗം കാണിച്ചേ. കാണിക്കും മനുഷ്യ, കാണിച്ചേ. ആഹാ, താലിയോ? അയ്യോ, എന്റെ കളഞ്ഞു പോയ താലി. കളഞ്ഞുപോയ താലി അല്ല മോളെ, ഇത് മോൾക്ക് വേണ്ടി മോളുടെ സ്വന്തം മനസ്സിജൻ വാങ്ങിയ പുത്തൻ താലിയാ. അയ്യോ, എനിക്ക് പുത്തൻ താലി കിട്ടി. മനുഷ്യ പുത്തൻ താലി. ഇപ്പൊ നെഞ്ചിനകത്ത് വല്ലാത്തൊരു തണുപ്പ് വീണതുപോലെ. കുട്ടിമണി താലിയില്ലാതെ കാണുമ്പോ വലിയ സങ്കടമായിരുന്നു. നേരാ, കെട്ടിയ താലി കാണാതെ പോയെന്നൊക്കെ കേട്ടപ്പം. അതിനെന്താ, ഈ താലി ഇപ്പൊ തന്നെ കെട്ടാലോ, അല്ലേ കലമോളെ? എങ്കി പിന്നെ കെട്ട് സിജ. അന്നത്തെ പോലെ അച്ഛന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് തന്നെ അങ്ങ് കെട്ട്. അല്ലാതെ അയ്യോ, എനിക്ക് വയ്യ. എന്നെ കണ്ട പിന്നെ കല്യാണം കെട്ടിക്കാൻ പോവാ. താലി കെട്ട് സിജ, പിന്നെ മലയിലോട്ട് മാറ്റാലോ. കെട്ട് മനുഷ്യ, കെട്ട് വേഗം. എനിക്ക് പുത്തൻ താലി കിട്ടിയേ. എന്നെ പിന്നെ കല്യാണം കെട്ടിച്ചേ. കുട്ടിമണിയെ പുത്തനുടിപ്പിക്കാനും വീണ്ടും താലി കെട്ടിക്കാനുമുള്ള അവരുടെ ആവേശം ഞാൻ ശ്രദ്ധിച്ചതാ. ഞാൻ അത്ര പൊട്ടിയാണെന്ന് കരുതിയോ നീ? മതികലയെ തോൽപ്പിക്കാൻ പുതിയ സഖ്യം. എനിക്ക് പുത്തൻ താലി കിട്ടിയേ. എന്നെ പിന്നെ കല്യാണം കെട്ടിച്ചേ. മനുഷ്യ, എന്നെ പിന്നെ കല്യാണം കെട്ടിയണ്ട മനുഷ്യ.
ഗുഡ് മോർണിംഗ്. മതി. എന്താടാ നിനക്ക് ഗുഡ് മോർണിംഗ് പറയാനൊരു മടി? രാവിലെ ഒരാൾ ഗുഡ് മോർണിംഗ് പറഞ്ഞാ തിരിച്ചു പറയണ്ടേ? ഗുഡ് മോർണിംഗ്. പക്ഷേ മോർണിംഗ് എത്ര ഗുഡ് അല്ലല്ലോ മനസ്സിജ. മൂടിക്കെട്ടിയ ആകാശം, പക്ഷെ അതിനേക്കാൾ കറുത്തിരുണ്ട ഈ മതികലയുടെ മനസ്സ്. ആകാശത്തിന്റെ കറുപ്പ് ഒരു പെയ്ത്ത് തീരുമ്പോ അങ്ങ് മാറും. പക്ഷെ മതികലയുടെ മനസ്സിൽ പകയുടെ ഒരു കരുവാളിപ്പ് വീണാൽ മിണ്ടരുത് നീ, നന്ദി കെട്ടവനെ. ആ പൊട്ടിയുടെ കഴുത്തിൽ നിന്ന് ഞാൻ അഴിച്ചു മാറ്റിയ താലി നീ എന്റെ അനുവാദമില്ലാതെ അവളുടെ കഴുത്തിൽ കെട്ടുമല്ലേ? അയ്യോ മതി, ഞാൻ മിണ്ടരുത്. എന്റെ മുഖത്തടിച്ചതിന് തുല്യമായിരുന്നു നീ അത് ചെയ്തത്. ഞാൻ കരിച്ചു കളഞ്ഞ ഉടുപ്പിന് പകരം കുട്ടിമണിക്ക് പുതിയ ഉടുപ്പ്, ഞാൻ അഴിച്ചു കളഞ്ഞ താലിക്ക് പകരം പുതിയ താലി. സത്യം പറയും, എന്നെ തോൽപ്പിക്കാൻ വേണ്ടി നീയും ആ സീതയെന്ന് പറഞ്ഞ അവളും കൂടെ ചേർന്ന് മനഃപൂർവ്വം ചെയ്തല്ലേ ഇത്? അയ്യോ അയ്യോ മതി, അല്ല. അതേടാ, കുട്ടിമണിയെ പുത്തനുടുപ്പിക്കാനും വീണ്ടും താലി കെട്ടിക്കാനുമുള്ള അവരുടെ ആവേശം ഞാൻ ശ്രദ്ധിച്ചതാ. ഞാൻ അത്ര പൊട്ടിയാണെന്ന് കരുതിയോ നീ? മതികലയെ തോൽപ്പിക്കാൻ പുതിയ സഖ്യം, സീതാ ബാലചന്ദ്രന് പുതിയ അംഗത്തുണ. അല്ല, എന്തു പറഞ്ഞാ അവര് നിന്നെ കയ്യിലെടുത്തത്? കാശായിട്ട് തരാൻ അവരിൽ ഒരു പൂക്കാച്ചുളയില്ലെന്ന് എനിക്കറിയാം. വേറെന്തോ ഓഫർ തന്നാടാ അവരുടെ വരുതിക്ക് നിന്നെ കൊണ്ടുവന്നത്? മതി മതി, പ്ലീസ് ഇങ്ങനൊന്നും പറയല്ലേ. സീതയിടത്തേക്ക് മതിയോടുള്ളതിലും കൂടുതൽ ദേഷ്യവും പകയൊക്കെ എന്നോടാ. അവര് ഞാനുമായിട്ട് മുഖാമുഖം നോക്കാറ് പോലുമില്ല. മനസ്സിജ, നീ വെളച്ചിലെടുക്കല്ലേ? സത്യമായിട്ടും മതി. എങ്കി പിന്നെ നിനക്കെന്താ പൊട്ടിയോട് പ്രേമം തുടങ്ങിയോ?